പതിറ്റാണ്ടിന് ശേഷം ജമ്മുവിലെ ജനത വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുകയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ജനാധിപത്യ പുനഃസ്ഥാപനമാണിത്. ഈ യുദ്ധത്തിൽ ജമ്മു കാശ്മീർ ആർക്കൊപ്പമായിരിക്കും നിലയുറപ്പിക്കുക? നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകുമോ? നമുക്ക് നോക്കാം. ഒരു ദശാബ്ദകാലം നീണ്ട രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും അധികാരഭ്രംശത്തിനു ശേഷം ആദ്യമായി ജമ്മു കാശ്മീരിലെ ഉത്തരേന്ത്യൻ മേഖലയിലെ 8.7 ദശലക്ഷം വോട്ടർമാർ ഈ നാട് ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. 2014 കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ശേഷം മേഖലയിലുണ്ടായ സംഘർഷങ്ങളും നിയമപരിവർത്തനങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് കാണാനുള്ളത്. ചരിത്രവിധിക്കായി ജമ്മു തയ്യാറാകുമ്പോൾ മറ്റൊരു ചരിത്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താം. ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യത്തെക്കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു നാട് എങ്ങനെ ഇന്ത്യക്കൊപ്പം ചേർന്നു എന്നറിയാം. 1800കളിലാണ് ഇന്നത്തെ ജമ്മു കാശ്മീരിന്റെ കഥ ആരംഭിക്കുന്നത്. മഞ്ഞുമലകളും തടാകങ്ങളും പ്രകൃതിയൊരുക്കിയ വിസ്മയങ്ങളെ പേറുന്ന അതിസുന്ദരമായ ഒരു പ്രദേശം. 1810 കാശ്മീർ രഞ്ജിത് സിംഗ് കൂട്ടിച്ചേർക്കുകയും അദ്ദേഹത്തിന്റെ സിഖ് സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. സിഖുകാരും രഞ്ജിത് സിംഗും തമ്മിൽ നടന്ന 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങളുടെ ഫലമായി കാശ്മീരിലെ സിഖ് പരമാധികാരം പൂർണ്ണമായും ഇല്ലാതാകുന്നു. അമൃത്സർ ഉടമ്പടി പ്രകാരം 75 ലക്ഷം രൂപയ്ക്ക് ബ്രിട്ടീഷുകാർ കശ്മീർ ഗുലാബ് സിംഗിന് വിട്ടുനൽകുകയും ചെയ്തു. ലഡാക്ക് പിടിച്ചെടുത്ത് അദ്ദേഹം തന്റെ പ്രദേശം വിപുലീകരിച്ചു. ഗുലാബ് സിംഗ് 1857 മരിക്കുകയും പകരം രൺബീർ സിംഗ് അധികാരത്തിലേക്ക് വരികയും ചെയ്തു. മറ്റ് 2 രാജാക്കന്മാരായ പർത്തബ് സിംഗ്, ഹരി സിംഗ് എന്നിവരും അധികാരത്തിലെത്തി. മഹാരാജ സർ ഹരി സിംഗ് 1925ലാണ് സിംഹാസനത്തിലേറുന്നത്. 1950 വരെ കശ്മീരിന്റെ അധികാരി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ജമ്മു കാശ്മീരിനെ ചേർക്കുക എന്ന നിർണായക തീരുമാനം എടുക്കുന്നത് പോലും. 1932ലാണ് കശ്മീരിൽ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായ ജമ്മു കാശ്മീർ മുസ്ലിം കോൺഫറൻസ് രൂപീകരിച്ചത്. ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു അതിന്റെ നേതാവ്. പാർട്ടി പിന്നീട് 1939 നാഷണൽ കോൺഫറൻസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്നും കാശ്മീരിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി തുടരുകയാണിത്. ആ ഇടയ്ക്കാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങൾ ഉദയം കൊള്ളുന്നതും. പിന്നെ വന്ന ചോദ്യമാണ് ജമ്മു കാശ്മീർ ആർക്കൊപ്പം ഉണ്ടാകുമെന്നത്. എന്നാൽ കശ്മീർ നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മഹാരാജ ഹരിസിംഗ് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ വിസമ്മതിച്ചു. അടുത്ത വർഷം പാകിസ്ഥാൻ കശ്മീർ ആക്രമിച്ചപ്പോൾ കശ്മീരിലെ ഭരണാധികാരി ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടുകയും കശ്മീർ ഇന്ത്യയുടെ ആധിപത്യത്തിന് കീഴിലാക്കാൻ സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. 1956 കശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ഔദ്യോഗികമായി സംയോജിക്കപ്പെട്ടു. 1949 തന്നെ കാശ്മീരിന് പ്രത്യേക പദവി നൽകിയുള്ള ആർട്ടിക്കിൾ 370 ഇന്ത്യ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശത്തിൽ തുടരുകയായിരുന്നു. അപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ അതിർത്തി പ്രദേശം സംഘർഷങ്ങളാൽ രൂക്ഷമായിരുന്നു. വർഷങ്ങളോളം ഇത് തുടർന്നു പോരുകയും ചെയ്തു. എന്താണ് ആർട്ടിക്കിൾ 370 എന്നുകൂടി പറയാം. ജമ്മു കാശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതാണ് ഭരണഘടനയിലെ 370ാം അനുച്ഛേദം. ഇതുപ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയൊഴികെയുള്ള മറ്റ് ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധകമാകില്ല. മറ്റ് നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുവാദം തന്നെ വേണം. പൗരത്വം, ഭൂ ഉടമസ്ഥാവകാശം, മൗലികാവകാശങ്ങൾ എന്നിവയെല്ലാം ഇതിന് ബാധകമായിരുന്നു. അന്യസംസ്ഥാന സ്വദേശികൾക്ക് ഇവിടെ ഭൂമി വാങ്ങാനോ സർക്കാർ ജോലികൾ നേടാനോ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനോ അവകാശമില്ല. വിഘടനവാദികൾ കടന്നുകയറുന്നത് ഒരു പരിധിവരെ തടഞ്ഞതും ഈ വകുപ്പ് തന്നെയാണ്. ഭരണഘടനയുടെ 21ാം വിഭാഗത്തിലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഈ വകുപ്പ് നിലകൊണ്ടത്. എന്തുകൊണ്ടാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് എന്നല്ലേ പറയാം. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്നത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. 2019 രാജ്യത്തിന്റെ ഐക്യത്തിന് ഹാനികരം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച് പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഉടനടി രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി. ആർട്ടിക്കിൾ 370 റദ്ദായതോടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 35A ഇല്ലാതായി. കാശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കിലാക്കുകയും വരെ ചെയ്തു. ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി, CPM MLA മുഹമ്മദ് യൂസഫ്, തരിഗാമി, സാജിദ് ലോൺ തുടങ്ങിയ നേതാക്കളെല്ലാം വീട്ടുതടങ്കലിലായിരുന്നു. ആർട്ടിക്കിൾ 370 കാശ്മീരിന്റെ സംസ്കാരത്തെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കോണിൽ ഒതുക്കുകയാണെന്നും അത് നീക്കം ചെയ്യുന്നതോടെ സംസ്ഥാനത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നുമായിരുന്നു BJPയുടെ നിലപാട്. ജമ്മു കാശ്മീരിലെ വിഘടനവാദത്തിന്റെയും ഭീകരതയുടെയും മൂലകാരണം ആർട്ടിക്കിൾ 370 ആണെന്ന് പലതവണ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അഭിപ്രായപ്പെട്ടിരുന്നു.
കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും ആഭ്യന്തരമന്ത്രി പലതവണ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. നെഹ്റുവിന്റെ മണ്ടത്തരങ്ങൾ കാരണം കാശ്മീരിലെ ജനങ്ങൾ പ്രതിസന്ധിയിലാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ പറയുന്നത്. അത്രയും 1949 ഒക്ടോബർ 17 ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 ഉൾപ്പെടുത്തി. ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടന അനുവദിച്ചുകൊണ്ട് പ്രത്യേക പദവി നൽകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. നിയമപ്രകാരം ഭരണത്തിന്റെ 3 മേഖലകളിൽ നിയമങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടായിരുന്നു. പ്രതിരോധം, ആശയവിനിമയം, വിദേശകാര്യം എന്നിവയായിരുന്നു അത്. നിർഭാഗ്യവശാൽ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജമ്മു കാശ്മീരിന് മുകളിലുള്ള താൽപര്യം രാജ്യത്തിന് വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 10 വർഷത്തിനു ശേഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് തിരികെ വരാം. ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ജമ്മുവിൽ നടക്കുന്നത്. സ്വയം ഭരണാധികാരമോ പ്രത്യേക അവകാശങ്ങളോ ഇല്ലാത്ത ഒരു സർക്കാർ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്താൻ കളമൊരുങ്ങി കഴിഞ്ഞു. 10 വർഷത്തിനു ശേഷം കാശ്മീർ താഴ്വര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സാഹചര്യം വ്യത്യസ്തമാക്കുന്നത് ഭരണഘടനാ ചട്ടക്കൂട്ടിൽ വന്ന ഈ മാറ്റം തന്നെയാണ്. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ മുൻനിരയിലുള്ള നാഷണൽ കോൺഫറൻസിനും PDPക്കും ഏറ്റവും നിർണായകമാകുന്നതും ഇതേ സാഹചര്യം. സംസ്ഥാന രൂപീകരണ സമയത്ത് ആരായിരിക്കും ഭരണ നേതൃത്വം വഹിക്കുക എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത്. പുതിയ യാഥാർത്ഥ്യത്തോട് ഏറെക്കുറെ പൊരുത്തപ്പെട്ടു എന്ന് വേണം കരുതാൻ. അനുച്ഛേദം 370 പൂർണ്ണാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യത്തിൽ അവരിപ്പോൾ കടിച്ചു തൂങ്ങുന്നില്ല. എന്നാൽ സംസ്ഥാന പദവി തിരിച്ചു കിട്ടണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടും പോയിട്ടില്ല. ഒപ്പം തൊഴിലില്ലായ്മ, ഭൂവുടമസ്ഥതാ പ്രശ്നങ്ങൾ, ഉയർന്ന നികുതി തുടങ്ങി ജനങ്ങളെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ കൂടി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. സെപ്റ്റംബർ 18 ആരംഭിച്ച് ഒക്ടോബർ 1 അവസാനിക്കും വിധം 3 ഘട്ടമായാണ് താഴ്വരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ 90 നിയമസഭാ സീറ്റുകളാണ് ജമ്മു കാശ്മീരിലുള്ളത്. 43 എണ്ണം ജമ്മുവിലും 47 എണ്ണം കാശ്മീരിലും ആണുള്ളത്. 2014 ജമ്മു കാശ്മീരിൽ അവസാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 87 സീറ്റുകളിൽ 28 എണ്ണം നേടി PDP ആണ് അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. 25 സീറ്റ് നേടിയ BJPയുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2018 ജൂൺ 19 വരെ കൂട്ടുകക്ഷി സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. BJP പിന്തുണ പിൻവലിച്ചതോടെ മെഹബൂബ് മുഫ്തി സർക്കാർ താഴെ വീണു. 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ അനുച്ഛേദം 370 റദ്ദാക്കുകയും ചെയ്തു. അനുച്ഛേദം 370 റദ്ദാക്കിയത് ശരിയായ തീരുമാനമായിരുന്നെന്നും കാശ്മീരിനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനായെന്നും തെളിയിക്കുകയാണ് BJPയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായി ജമ്മുവിനെ മാത്രമല്ല കശ്മീരിനെ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് ഇത്തവണ BJP. എന്നാൽ ഓഗസ്റ്റ് 26 ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി പിൻവലിക്കേണ്ടി വന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയായേക്കുമെന്നും നേതൃത്വം ഭയക്കുന്നുണ്ട്. 44 പേരുടെ പട്ടികയാണ് പുറത്തിറങ്ങിയതിനു ശേഷം പിൻവലിക്കേണ്ടി വന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന, മുൻ ഉപമുഖ്യമന്ത്രിമാരായിരുന്ന നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത എന്നിവരുടെ പേരുകൾ പുറത്തു വന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടേയില്ല. നാഷണൽ കോൺഫറൻസിൽ നിന്നടക്കം കൂറുമാറി വന്നവരാണ് പട്ടികയിലെന്ന് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി മേഖലയിൽ, പ്രത്യേകിച്ച് ജമ്മുവിൽ സാന്നിധ്യം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സീറ്റ് വിഭജന ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. 51 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും 32 എണ്ണത്തിൽ കോൺഗ്രസും മത്സരിക്കുമെന്നാണ് ധാരണ. ജമ്മുവിലെ സഖ്യം ഇരു പാർട്ടികൾക്കും ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രബലരായ BJPയെ നേരിടുകയെന്ന ദൗത്യം ഇപ്പോൾ നാഷണൽ കോൺഫറൻസിൽ നിക്ഷിപ്തമാണെന്നതാണ് യാഥാർത്ഥ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 46% വോട്ട് വീതം 2024 എത്തുമ്പോൾ 24.4% കുറഞ്ഞുവെന്ന യാഥാർത്ഥ്യം BJPയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. വോട്ടർമാർക്കിടയിൽ പുകയുന്ന അതൃപ്തി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഒരു മുഴം മുന്നേ എറിഞ്ഞു കഴിഞ്ഞു. മണ്ഡല പുനർനിർണയത്തിലൂടെ പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ 6 പുതിയ മണ്ഡലങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകൾക്കും പഹാരി, പണ്ഡാരി പട്ടിക വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 15 ജാതികളെ പുതുതായി പിന്നാക്ക വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മുവിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം താമസിക്കുന്നവർക്ക് ജോലിയിൽ സംവരണം, പാക് അധീന കശ്മീരിൽ നിന്നും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുമുള്ളവർക്ക് പൗരത്വം തുടങ്ങിയ നിർണായക ഇടപെടലുകളും കേന്ദ്രം നടത്തിക്കഴിഞ്ഞു. കശ്മീർ നിയമസഭയിലേക്ക് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന 5 പേരിൽ ഒരാൾ പാക് അധീന കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികളിൽ നിന്നാകുമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെ ഇടപെടണമെന്ന വ്യക്തമായ ചിത്രമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് PDPയുടെ പ്രധാന നേതാക്കളും ഒരു വിഭാഗം അണികളും ഇപ്പോൾ പാർട്ടി വിട്ട മുൻ നേതാവ് അൽതാഫ് ബുഖാരി രൂപീകരിച്ച അപ്നി പാർട്ടിയിലാണുള്ളത്. എങ്കിലും ആനന്ദ് നാഗ്, പുൽവാമ, ഷോപ്പിയാൻ, കുൽഗാം മേഖലയിൽ ശക്തമായ സ്വാധീനവുമായി മുന്നോട്ട് പോകാനാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. PDPയും നാഷണൽ കോൺഫറൻസും കൈകോർക്കുമോ എന്ന് ഒരു ഘട്ടത്തിൽ ചർച്ച ഉയർന്നുവെങ്കിലും അത് ഭാവിയിൽ തങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലിൽ നാഷണൽ കോൺഫറൻസ് പിന്നോട്ടടിക്കുകയായിരുന്നു ചെയ്തത്.
പ്രാദേശിക പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ജമ്മു കാശ്മീരിൽ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാകുമെന്നതാണ് യാഥാർത്ഥ്യം. നാഷണൽ കോൺഫറൻസിനും PDPക്കും അപ്പുറം ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി, അതായത് ആപ്നി പാർട്ടി, CPM തുടങ്ങിയവരുടെ എല്ലാ സ്വാധീനവും നിർണായകവുമാണ്. CPM, കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികൾ ഒന്നിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവരുടെ ഒക്കെ ലക്ഷ്യം BJPയെ കശ്മീർ താഴ്വരയിൽ നിന്നും ഓടിക്കുക എന്നത് തന്നെയാണ്. എന്തായാലും 10 വർഷങ്ങൾക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണ്. ജമ്മു കാശ്മീരിലെ ജനത ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.